ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ലിയുവും ബോയും കൂടി അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു വന്നോണ്ടിരിക്കുകയാണ്. ബോയ് ഒരു പെർഫ്യൂം ലിയുവിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിപ്പോ ലിയു എടുത്ത് ബാഗിലേക്ക് ഇടും. ഇത് കാണുമ്പോ ബോയ് ഒന്ന് തെറ്റിദ്ധരിക്കും. ലിയു കൈയും കൊണ്ട് വരുന്നത് തന്റെ കൈ പിടിക്കാനാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് കൈ പിടിക്കാനായിട്ട് നോക്കും. പക്ഷെ ലിയു പെട്ടെന്ന് കൈ അവിടെ നിന്ന് മാറ്റും. ബോയുടെ കൈ ആണെങ്കിലോ പൊങ്ങി വരുവാണ്. ഇത് കാണുമ്പോ തന്നെ ലിയു, എന്താ ബോയ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്കൊരു പ്രോബ്ലം ഇല്ല, ദേ അങ്ങ് ദൂരത്ത് നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, നിനക്ക് നാരങ്ങ വെള്ളം വേണോന്ന് ചോദിക്കും. ഇപ്പൊ എന്തിനാണ് വെള്ളമൊക്കെ കുടിക്കാൻ പോകുന്നത്, നമ്മളിത് അപ്പാർട്ട്മെന്റിലേക്ക് എത്താനായി, ഇനി അവിടെ പോയിട്ട് കുടിച്ചാ പോരെന്ന് ചോദിക്കും. അങ്ങനെ മതി അങ്ങനെ മതി എന്നും പറഞ്ഞ് വീണ്ടും പോയാണെങ്കിലോ എനിക്ക് നിന്റെ എന്നും പറഞ്ഞിട്ട് കയ്യിലേക്ക് നോക്കും. പക്ഷെ ഇതാണെങ്കിൽ ലിയു തെറ്റിദ്ധരിക്കും. നിനക്ക് എന്റെ ബാഗ് പിടിക്കണം, അതിനു വേണ്ടിട്ടല്ലേ നോക്കിയത്, എന്തിനാ ഇതൊക്കെ നാണിച്ചു നിൽക്കുന്നേ, ഇപ്പൊ തന്നെ പിടിച്ചോന്നും പറഞ്ഞ് ബാഗ് ഒരു ബോയുടെ കയ്യിലേക്ക് കൊടുക്കും. ഇത് തന്നെയാണ്, ബാഗ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചതെന്നും പറഞ്ഞ് വേറെ നിവർത്തിയില്ലാണ്ട് ബോയും ഷോൾഡറിലേക്ക് ബാഗ് എടുത്തിടും. ഇവരിങ്ങനെ സംസാരിച്ചതും നടന്നു വരുന്നതൊക്കെ കുറച്ചു ദൂരം മാറി നിന്ന് ഷാ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ഇവരുടെ അടുത്തേക്ക് വരും. എന്താടാ ഇവിടെ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ബോയ് ചാടിക്കേറി, ഞങ്ങൾ രണ്ടും ഇപ്പോ ലവേഴ്സ് ആണ്, ഞങ്ങളിപ്പോ ഡേറ്റ് ചെയ്തോണ്ടിരിക്കുവാണെന്ന് പറയും. അതിനിപ്പോ നിങ്ങൾ ഡേറ്റ് ചെയ്ത കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് ഷായും ചോദിക്കും. ബോയ്ക്കാണെങ്കിൽ നോസ് കട്ടാവും. എന്തായാലും ഈ കാര്യം നീ അറിഞ്ഞിരിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് പറഞ്ഞതാന്ന് പറയും. ഓഹോ അങ്ങനെയാണോ, അല്ല ലിയുവിനും നിന്നെ ഇഷ്ടമാണെന്ന് നീ എപ്പോഴാ അറിഞ്ഞെന്ന് ചോദിക്കും. ഏകദേശം ഇപ്പൊ 1 മണിക്കൂറായെന്നറിയും. ഓഹോ 1 മണിക്കൂറേ ആയുള്ളൂ, ഞാനേ ഒരു 3 മണിക്കൂർ മുന്നേ അറിഞ്ഞു. എന്തൊക്കെ വന്നാലും ഇപ്പോഴും ഒരു സ്റ്റെപ്പ് മുമ്പില് ഞാൻ തന്നെയാണ്. എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്, ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് മനസ്സിന്റെ ഉള്ളില് സങ്കടം ഒളിപ്പിച്ച് ഷായും അവിടെ നിന്ന് പോകും. ഇത് കേട്ട് ബോയ്ക്ക് ഭയങ്കര ടെൻഷൻ ആകും. എന്നോട് പറയുന്നതിന് മുമ്പ് എന്നോട് ഇഷ്ടമുള്ള കാര്യം നീ അവന്റെ അടുത്ത് പറഞ്ഞോ എന്നുള്ള രീതിയിൽ പയ്യെ തിരിഞ്ഞു നോക്കിയിട്ട് ലിയു ഒന്നും പറഞ്ഞ് എന്നെ വിളിക്കും. ലിയു ആണെങ്കിൽ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ റൂമിലേക്ക് വന്നതിന് ശേഷം ആനിന് കോൾ ചെയ്ത് നടന്ന കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് പറയും. ഇത് കേൾക്കുമ്പോ ആനിനും ഭയങ്കര ഹാപ്പി ആകും. അപ്പൊ നിന്റെ ലവ് അവൾ അക്സെപ്റ്റ് ചെയ്തു, അപ്പൊ നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങളിപ്പോ കപ്പിൾസ് ആയി എന്നും പറഞ്ഞ് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയും. ഇത് കേൾക്കുമ്പോ പോയും, നീ എപ്പോഴും ഷായുടെ കൂടെയല്ലേ നിന്നത്, ഷായുടെ സൈഡ് പിടിച്ചല്ലേ എന്റെ അടുത്ത് സംസാരിച്ചത്, എന്നിട്ടിപ്പോ എന്നെ എന്തിനാണ് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഷാ എപ്പോഴും നിന്നേലും ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു, പുള്ളിക്കാരന്റെ മൂവൊക്കെ അടിപൊളിയായിരുന്നു, അതുകൊണ്ടല്ലേ അവന്റെ സൈഡ് പിടിച്ച് സംസാരിച്ചത്. എന്നാലും നീ എന്റെ ഫ്രണ്ട് അല്ലേ, അപ്പോ നിന്റെ കൂടെയല്ലേ കൂടുതൽ നിൽക്കേണ്ടത്, അതുകൊണ്ടാണിപ്പോ നിന്റെ കൂടെ നിന്നതും. പിന്നൊരു കാര്യം ചോദിക്കാനായിട്ട് വിട്ടുപോയി, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഫെയ് അറിഞ്ഞ എന്ത് ചെയ്യും, ഫെയിനെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും, ഇനി ഈ ഫെയ് നിങ്ങളുടെ ഇടയിലേക്ക് വരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. വെറുതെ നീ എന്റെ മൂഡ് സ്പോയില് ചെയ്യല്ലേ, ഇപ്പൊ ഇതിലേക്ക് ഫെയിനെ വലിച്ചിഴക്കണ്ടെന്ന് പറയും. ഓക്കെ ഞാൻ എന്തായാലും പറയുന്നില്ല, എന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. പബ്ലിക് ആക്കണം, എന്നാലും ഇത് ലിയുന്റെ അടുത്തും കൂടി ഡിസ്കസ് ചെയ്യണമല്ലോ, അവളുടെ അടുത്ത് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ ഒരു പണി ചെയ്, നാളെ ഈവനിങ് നമ്മുടെ കോളേജിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അവിടെ വെച്ച് ഞാൻ ഇന്നയാളെയാണ് ലവ് ചെയ്യുന്നതെന്ന് എല്ലാവരും അറിയിക്കാറുണ്ട്. ആ ഒരു ഫംഗ്ഷനിലേക്ക് നീ എന്തായാലും അവളെയും കൂട്ടി പോ. എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് നിനക്കറിയാമോ, അവിടെ വെച്ചില്ലേ എല്ലാവർക്കും ഓരോ റിങ് കൊടുക്കും, അതിലൊരു കളർ ബൾബും ഉണ്ടാകും. അങ്ങനെ ഇവന്റിന്റെ ഇടയ്ക്ക് ലൈറ്റ് എല്ലാം ഓഫാക്കി തന്റെ ജോഡി ആരാണോ ആ ഒരു ജോഡിയുടെ കൂടെ ആ കളറ് മാച്ച് ചെയ്ത് നിൽക്കണം. അങ്ങനെ രണ്ടുപേരും മാച്ചായി വന്നാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അവര് കപ്പിൾസ് ആണെന്ന്. എന്തായാലും ഇതാണ് നല്ല ഐഡിയ, നിങ്ങൾ മാച്ചിങ് ആയിട്ട് നിന്നാ എല്ലാവരും തന്നെ നിങ്ങൾ കപ്പിൾസ് ആണെന്ന് അറിഞ്ഞോളും. എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ കപ്പിൾസ് ആണെന്ന് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തായാലും നാളെ ഈവനിങ് അവളുമായിട്ട് ആ ഒരു ഇവന്റിന് പോകുന്ന പറയും. അയ്യേ ഈ ഐഡിയ ഒന്നും കൊള്ളില്ല, ഇങ്ങനെ ചീപ്പായിട്ടുള്ള ഐഡിയക്കൊന്നും എന്നെ കിട്ടില്ല, നീ ഒന്ന് വെച്ചിട്ട് പോടിയെന്നും പറഞ്ഞിട്ട് ആനന്റെ കോള് കട്ട് ചെയ്യും. പക്ഷെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നേരെ ലിയുവിന്റെ അടുത്തേക്ക് ചെന്ന്, ഇന്ന് ഈവനിങ് കോളേജിൽ ഒരു ഈവന്റ് നടക്കുന്നുണ്ട്, നമുക്ക് അതിനൊരുമിച്ച് പോയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല നീ ആനിന്റെ അടുത്ത് ഇങ്ങനെയുള്ള ഈവന്റിന് പോവാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്നാണല്ലോ ഞാൻ കേട്ടത്, ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ താല്പര്യം വന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. അവളുടെ മുമ്പില് അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ല, ചെറിയൊരു ചമ്മല് വന്നു, അതാണ് സത്യം. എന്തായാലും ഇന്ന് ഈവനിങ് ആ ഒരു ഇവന്റിന് നമുക്ക് ഒരുമിച്ച് പോവാം, എനിക്ക് അതിൽ താല്പര്യമുണ്ട്, നിനക്ക് ഇതില് ഏത് കളർ റിങ് വേണോന്ന് ഞാൻ ചോദിക്കും. ഇപ്പോ എനിക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു കാര്യം എനിക്ക് അർജന്റായിട്ട് ചെയ്യാനുണ്ടെന്ന് പറയും.
എന്താ നിനക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്തത്? എന്നേലും അർജന്റ് ആയിട്ടുള്ള കാര്യം നിനക്ക് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് ഫെയ്യുടെ അടുത്തൊന്ന് സംസാരിക്കണം. അവൾക്കും നിന്നെ ഇഷ്ടമാണെന്നാണല്ലോ പറയുന്നത്. എന്തായാലും നമ്മുടെ കാര്യം അവളുടെ അടുത്ത് തുറന്നു പറയണോന്നറിയും. അപ്പൊ തന്നെ പോയി അവള് എന്നെ ഒറിജിനൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. തോന്നുന്നുണ്ടോ ഇല്ലയോ, എന്റെ അടുത്ത് നിന്നെ ഇഷ്ടമാണെന്ന് അവള് വന്ന് പറഞ്ഞു. അപ്പോ ഞാനും നീയും റിലേഷൻഷിപ്പിലായ കാര്യം അവളുടെ അടുത്ത് തുറന്നു പറയണ്ടേ? അതിനുശേഷം നമുക്ക് എല്ലാവരെയും അറിയിച്ച പോരെ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഓക്കെ, നിന്റെ ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചോ ചെയ്തോ. നിനക്ക് എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ? ഫെയ്യുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ വേണ്ട വേണ്ട, ഞാൻ എന്തായാലും അവളുടെ അടുത്ത് സംസാരിക്കട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ അടുത്ത് വന്ന് പറയാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ സങ്കടപ്പെട്ട് പയ്യെ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കും. അപ്പൊ പെട്ടെന്ന് ലിയു ബ്ലൂ എന്ന് ഇങ്ങനെ പറയും. അപ്പൊ തന്നെ തിരിഞ്ഞ് എന്താ നീ ബ്ലൂ എന്ന് പറഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് ബ്ലൂ കളറാണ് ഇഷ്ടം. അപ്പോ റിങ് ചൂസ് ചെയ്യുമ്പോ ബ്ലൂ കളർ ചൂസ് ചെയ്താൽ മതി എന്ന് പറയും. ആണോ, നിനക്ക് ബ്ലൂ കളറാണോ ഇഷ്ടം? വന്നാ ഞാൻ ബ്ലൂ കളർ മാത്രമേ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് റിങ് വാങ്ങാനായിട്ട് ഹാപ്പി ആയിട്ട് ബോയ് അവിടെ നിന്ന് ഓടും. അതേ ടൈം ഫെയ്നെ കാണിക്കാണ്. ഫെയ് മിമിക്ക് നോട്ട്സ് ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. ഇത് കണ്ട് മിമിയും ഓ ഫെയ് നിനക്ക് എന്തൊരു കഴിവാണ്, പഠിക്കാനൊക്കെ ഒരുപാട് കഴിവുമുണ്ട്, സൗന്ദര്യവും ഉണ്ട്, നീ അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് ഫെയ്നെ ഭയങ്കരമായിട്ട് പൊക്കി അടിച്ചോണ്ടിരിക്കും. ആ ടൈമിലാണ് ലിയു ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ലിയുവിനെ കാണുമ്പോ തന്നെ ഫെയ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഡേറ്റ് എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ ലിയു ഒന്ന് ഷോക്കാകും. ഞാൻ ഡേറ്റിന് പോയ കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് ഇങ്ങനെ ചോദിക്കും. അത് നീ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല. ഈവനിങ് നിന്നെ പിക്ക് ചെയ്യാനായിട്ട് ഷാ വന്നില്ലേ, നിങ്ങൾ ഒരുമിച്ച് പോയപ്പോ തന്നെ ഈ നാട് മൊത്തം നിങ്ങൾ ഡേറ്റിനായിട്ട് പോവാണെന്ന് മനസ്സിലായി എന്ന് പറയും. അപ്പൊ തന്നെ മിമിയും നിങ്ങൾ നല്ല രീതിക്ക് ഡേറ്റ് എൻജോയ് ചെയ്തോ, സത്യത്തിൽ നിങ്ങളിപ്പോ ലവേഴ്സ് ആയോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേട്ട് ലിയുവിന് എന്ത് പറയണോന്ന് അറിയാൻ പാടില്ല. അങ്ങനെ തന്നെ ഫെയ്യുടെ അടുത്ത് ഫെയ് എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമുക്ക് മാറി നിന്ന് സംസാരിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ മിമിയും അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരൂന്ന് പറയും. വേണ്ട മിമി നീ വരണ്ട, എനിക്ക് ബോയുടെ കാര്യമാണ് ഫെയ്യുടെ അടുത്ത് സംസാരിക്കാനായിട്ടുള്ളതെന്ന് പറയും. അപ്പൊ തന്നെ ഫെയ്യും മിമി നീ വരണ്ട, ഞാൻ ഇവളുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചായിരുന്നു ബോയുടെ കൂടെ എന്നെ ചേർത്ത് വെക്കാനായിട്ട്, അതിന്റെ എന്തെങ്കിലും കാര്യം പറയാനായിട്ടായിരിക്കും വിളിക്കുന്നത്. നീ എന്തായാലും പോയിക്കോ, പിന്നെ ഞാൻ നിനക്ക് നോട്ട്സ് ഒക്കെ പറഞ്ഞു തരാന്ന് പറയും. ഓ ഓക്കെ, എന്തായാലും നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് കപ്പിൾ ആയിരിക്കും, നിങ്ങൾ ജോഡിയായ നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞ് മിമി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇതൊക്കെ കണ്ട് ലിയുവിന് എന്തോ പോലെയൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി നടന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന കൂട്ടത്തിലൊക്കെ ഞാൻ ബോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏത് റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഈ റെസിപ്പി നന്നായിരിക്കുമോ, ഈ റെസിപ്പി നന്നായിരിക്കുമോ, എന്തായാലും നീ ബോയുടെ അടുത്ത് ചോദിച്ചിട്ട് എന്റെ അടുത്തൊന്ന് വന്ന് പറയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയു സ്റ്റോപ്പായിട്ട് സോറി ഫെയ്, ഇതിന് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. എന്തുകൊണ്ട് പറ്റില്ല? അവനും എന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ വെച്ച് ഈ കാര്യം സംസാരിക്കണ്ട, കുറച്ചു ദൂരം മാറി നിന്ന് സംസാരിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു വരുന്നതെന്നും പറഞ്ഞ് ലിയു തുടങ്ങുമ്പോ തന്നെ ഫെയ് ലിയുവിനെ സ്റ്റോപ്പ് ചെയ്യും. ദൈവമേ, ലിയു പറയാൻ പോകുന്നത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കണേന്നും പറഞ്ഞ് ഒന്ന് പ്രയർ ചെയ്തിട്ട് എന്തായാലും ലിയു നീ പറഞ്ഞു എന്ന് പറയും. അപ്പൊ തന്നെ ലിയു ബോയ് നിന്നെ ഒരിക്കലും ലവ് ചെയ്യില്ല എന്ന് പറയും. എന്ത്, അവൻ എന്നെ ലവ് ചെയ്യില്ലെന്നോ? അതെന്താ കാരണം? ഇനി ഞാൻ എന്തായാലും അവന് ഡെസേർട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താല് ഞാൻ അവനെ മയക്കാനായിട്ട് പുറകെ നടക്കുന്ന പോലെ ഫീൽ ചെയ്യില്ലേ, അതെന്തായാലും ഞാൻ ചെയ്യില്ല എന്ന് പറയും. അങ്ങനെയല്ല ഫെയ്, ബോയ്ക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയും. എന്ത് ഗേൾ ഫ്രണ്ടോ? അതാരാണെന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറെ ആരുമല്ല, ഞാനാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഫെയ് ഒരുമാതിരിയൊക്കെ ആകും. എന്നാലും ഒന്ന് ആലോചിച്ചിട്ട് ഓ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പ്രാങ്ക് ചെയ്യുവാണല്ലേ, നീയും ഷായും കൂടി ഡേറ്റ് ചെയ്യുന്ന വിവരം എനിക്ക് മാത്രമല്ല ഈ കോളേജ് മുഴുവനായിട്ടും അറിയാം. അപ്പോ നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്യുവാണ്. അവനെവിടെയാണ് ഒളിഞ്ഞു നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഫെയ് നീ ഒന്ന് മനസ്സിലാക്ക്, നിന്നെ പ്രാങ്ക് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ സത്യമാ പറഞ്ഞത്, ഇന്നലെ മുതല് ഞങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഫെയ്യുടെ ഫേസ് ഒക്കെ മാറും. അപ്പോ ഇന്നലെ ഈവനിങ് നീ ഷായുടെ കൂടെയല്ലേ പുറത്തേക്ക് പോയി എന്ന് ഇങ്ങനെ ചോദിക്കും. ഫെയ് നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ നീ ബോയിനെ ലവ് ചെയ്യുന്ന കാര്യം എന്റെ അടുത്ത് വിശ്വസിച്ച് പറഞ്ഞത്. ഞാൻ ആ ടൈമിന് നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാൻ പാടില്ലായിരുന്നു. പിന്നെ നീ ഷായിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചതാണ്. ഞങ്ങള് ആദ്യം മുതലേ തന്നെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഇടപഴകിയത്. ഞങ്ങള് രണ്ടുപേരും ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണെന്ന് പറയും. അപ്പൊ തന്നെ ഫെയ് എനിക്ക് ബോയിനെ ഇഷ്ടമാണ്, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് നിന്റെ അടുത്ത് വന്നപ്പോ എന്തുകൊണ്ട് അവിടെ വെച്ച് എന്നോട് ഗിവ് അപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞില്ല എന്ന് ഇങ്ങനെ ചോദിക്കും. സോറി, അതെന്റെ തെറ്റിദ്ധാരണയായിരുന്നു. ആദ്യമൊക്കെ
നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ച് ആണെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വിട്ടു നിന്നത് പോലും. പിന്നീട് എനിക്ക് ആ ഫീലിങ്സ് ഒളിച്ചു വെക്കാനായിട്ട് സാധിച്ചില്ല. ദയവ് ചെയ്ത് എന്റെ ഫീലിങ്സ് നീ മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ ഞാൻ നിന്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് പോലും നിന്റെ അടുത്ത് സോറി പറയാനായിട്ടാണ്. പ്ലീസ് നീ എന്റെ സോറി അക്സെപ്റ്റ് ചെയ്യില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ അവിടെ നിന്ന് കരയാനായിട്ട് തുടങ്ങും. ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞത്, എന്നിട്ട് നീ എന്നെ ചതിക്കുവായിരുന്നല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയല്ല ഫെയ്, നീ മനസ്സിലാക്ക്, എന്റെ ഫീലിങ്സ് എനിക്കും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ലിയോ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങും. എനിക്ക് അവനോടുള്ള സ്നേഹം നിന്റെ അടുത്തല്ലേ ആദ്യം ഞാൻ തുറന്നു പറഞ്ഞത്. അപ്പോഴെങ്കിലും നിനക്ക് എന്നോട് അവനോട് ഫീലിങ്സ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞുകൂടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറില്ലായിരുന്നു. ഇനി ഞാൻ എങ്ങനെ അവനെ മറക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. പ്ലീസ് ഫെയ്, എന്നെ ഒന്ന് മനസ്സിലാക്ക്, നീ എന്നോട് ക്ഷമിക്ക്. നിനക്ക് എന്നോട് ക്ഷമിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ എന്നെ നീ എന്ത് വേണേലും ചെയ്തോന്നും പറഞ്ഞ് ലിയും അവിടെ ഇരുന്ന് കരയും. അപ്പൊ തന്നെ ഫെയ് ഭയങ്കര ദേഷ്യത്തില് എന്ത് വേണേലും ചെയ്തോന്നല്ലേ നീ പറഞ്ഞെന്നും പറഞ്ഞ് ലിയുവിനെ തല്ലാനായിട്ട് കൈയൊക്കെ പൊക്കിക്കൊണ്ടുവരും. അങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്കിപ്പോ നിന്നെ തല്ലാൻ പോലും പറ്റുന്നില്ല. എന്തായാലും ശരി, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നു. അവൻ നിന്റെ കൂടെ ഇരുന്ന അവന് ഹാപ്പി ആകുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആന്ന് ലിയും പറയും. നീയും അവന്റെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കില്ലെന്ന് വീണ്ടും ഫെയ് ചോദിക്കും. ആന്ന് പറയും. എന്നാ ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടാൽ മാത്രം മതി എന്നും പറഞ്ഞ് ഫെയ്യും ഇവരുടെ ലവ് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ലിയുനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഹഗ് ചെയ്യും. നമ്മളിപ്പോഴും ഫ്രണ്ട്സ് തന്നെയല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, ഫ്രണ്ട്സ് തന്നെയാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ ലാബിലേക്ക് ചെന്നിരിക്കും. ഇവര് വരുന്ന കാണുമ്പോ തന്നെ ഞാൻ എടാ ഇപ്പൊ തന്നെ നീ ലിയുവിന്റെ അടുത്ത് കാര്യം ചോദിക്കുന്നു പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ച് എന്തായി എന്ന് ഇങ്ങനെ ചോദിക്കും. ആദ്യം അവള് ഒരുപാട് ദേഷ്യപ്പെട്ടു, പിന്നെ അവളത് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രം മതി എന്നാണ് അവള് പറഞ്ഞെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ബോയ്ക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ശരിക്കും അവള് നമ്മുടെ ലവ് അക്സെപ്റ്റ് ചെയ്തു എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, ഫെയ് നമ്മുടെ ലവ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ബോയ്ക്കും ഭയങ്കര ഹാപ്പി ആകും. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈവനിങ് നടക്കുന്ന ഈവന്റിന് പോകും, ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ആ ഓക്കെ എന്ന് ലിയോയും പറയും. ഇതും കൂടി കേൾക്കുമ്പോ ബോയ്ക്ക് ഡബിൾ ഹാപ്പി. എന്നാലും ചെറിയൊരു ഡൗട്ട് ഫെയ്യുടെ മേത്തുണ്ട്. ഇത് വെച്ച് ഫെയ് എന്തായാലും ചുമ്മാ ഇരിക്കില്ല, എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ഫെയ്നെ ഒന്ന് തിരിഞ്ഞു നോക്കും. പക്ഷെ ഫെയ് വലിയ മൈൻഡ് ഒന്നും കൊടുക്കാണ്ടിരിക്കുവാണ്. ഇത് കാണുമ്പോ മാർക്കിന്റെ ഫ്രണ്ടും എടാ ഇപ്പൊ പോലും ബോയ് ഉണ്ടല്ലോ ഫെയ്നെ നോക്കിക്കൊണ്ടിരിക്കാണ്, പക്ഷെ ഇത്തവണ ഫെയ് അവനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയും. ആ അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഫെയ്ക്ക് ഇപ്പോ എന്നോട് ലവ് തുടങ്ങിയിട്ടുണ്ട്. ഇനിതേ ഞങ്ങളായിരിക്കും ജോഡിയാവാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാണ്ട് ഇവര് വേറെ ഏതോ ലോകത്ത് നിൽക്കാണ്. അതേ ടൈം സോഷ്യൽ മീഡിയയിലൊക്കെ ഫെയ്യുടെയും ബോയുടെയും തമ്മിലുള്ള ഹാഷ്ടാഗ് ഒക്കെ കുറഞ്ഞു വന്നോണ്ടിരിക്കാണ്. ഇതൊക്കെ കണ്ടിട്ട് ആനിന് വല്ലാത്തൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും ഫെയ് നിങ്ങളുടെ ലവ് അക്സെപ്റ്റ് ചെയ്തോന്ന് ഇങ്ങനെ ചോദിക്കും. അവള് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, പക്ഷെ എനിക്കതിൽ വിശ്വാസമില്ല. എന്തെങ്കിലും പണി അവള് ഒപ്പിക്കാണ്ടിരിക്കില്ല എന്ന് പറയും. അങ്ങനെ ഈവനിങ് ആവുമ്പോ എല്ലാവരും ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഓരോരുത്തര് ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആനും ബോയും മാത്രം ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫെയ്യുടെ മേത്താണ്. ഫെയ് എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് ഇവര് രണ്ടുപേരും കൂടി ഫെയ്യിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫെയ് വലിയ രീതിക്ക് റിയാക്ട് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ സിൻ കട്ട് ചെയ്താല് കുറച്ചു നേരം കഴിയുമ്പോ ഫെയ് കുറച്ച് കുക്കിയുമായിട്ട് ലിയുവിന്റെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, അതും എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു കൊടുക്കും. ഇത് കാണുമ്പോൾ ലിയുനും ഭയങ്കര ഹാപ്പി ആകും. അങ്ങനെ ആ ഒരു കുക്കീസ് ഫോട്ടോ എടുത്ത് ബോയ്ക്കായിട്ട് അയച്ചു കൊടുക്കും. ഫെയ് നമുക്ക് വേണ്ടിയിട്ട് അവളുടെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ കുക്കീസ് ആണെന്ന് പറയും. ഇതൊക്കെ കണ്ടിട്ട് ആനനും ബോയ്ക്കും അത്രക്ക് വിശ്വാസമൊന്നും വരുന്നില്ല. ഇതിന്റെയൊക്കെ പുറകില് എന്തെങ്കിലും പ്ലാൻ അവള് വെച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ ഇവരും വിശ്വസിച്ച് നിൽക്കും. അങ്ങനെ ഈവനിങ് ആകുമ്പോ ഫെയ് വീട്ടിലേക്ക് ചെന്ന് ഇൻസ്റ്റാഗ്രാമില് ലൈവ് ഇടും. ഞാനിന്ന് എന്റെ കൈ കൊണ്ട് ഒരുപാട് കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ദേ ഇതാണെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അങ്ങനെ അതിൽ നിന്ന് ലിയുവിന്റെ പേര് എഴുതിയ കപ്പ് കേക്ക് എടുത്ത് കഴിക്കും. വാവ്, എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയാമോ? ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ റെസിപ്പി ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം, നിങ്ങളും ഉണ്ടാക്കി നോക്കണം. അതേപോലെ നിങ്ങൾ ഒരുപാട് ഗിഫ്റ്റ് എനിക്ക് അയക്കുന്നുണ്ട്, അതിലെല്ലാം സന്തോഷം എനിക്കുണ്ട്. ഇനിയും ഒരുപാട് ഗിഫ്റ്റ് എനിക്കായിട്ട് നിങ്ങൾ അയക്കണം. എന്തായാലും ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബായ് എന്ന് പറഞ്ഞ് ആ പൂച്ചക്കുട്ടീനെ എടുത്ത് എല്ലാവർക്കും ബായ് ഒക്കെ കൊടുത്ത് സിസ്റ്റം ഓഫ് ആക്കും. അപ്പൊ തന്നെ ഫെയ്യുടെ ഫേസ് അങ്ങനെ തന്നെ മാറും. അങ്ങനെ ലിയൂന്ന് പേര് എഴുതി വെച്ച ആ കപ്പ് കേക്ക് മൊത്തമായിട്ടും അമർത്തി ചീത്താക്കി കളയും. അങ്ങനെ തന്നെ നേരെ ബാത്റൂമിലേക്ക് പോയി ബ്രഷൊക്കെ വായിലിട്ട് കുത്തി കഴിച്ച കപ്പ് കേക്ക് വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിന് ഫെയ് എടുത്തുകൊണ്ട് വന്ന ആ പൂച്ച ഫെയ്യുടെ അടുത്തേക്ക് വന്ന് നിൽക്കും. ഇവളെ ഇങ്ങനെ നോക്കുന്ന കാണുമ്പോ എന്താ നീ എന്നെ നോക്കുന്നത്? നീ സങ്കടപ്പെടേണ്ട, ഞാൻ ഓക്കെയാണ്, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞ് അതിനെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ സിൻ കട്ട് ചെയ്താല് ഫെയ്യുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഫെയ്യിനെ കാണാനായിട്ട് അത്രയൊന്നും ഭംഗിയൊന്നുമില്ല. അവളെങ്ങാനും ഭക്ഷണം കുറച്ച് കൂടുതൽ കഴിച്ചാല് അപ്പൊ തന്നെ അമ്മ വന്ന്
ചീത്ത പറഞ്ഞ് അതെല്ലാം അവളെ കൊണ്ട് വൊമിറ്റ് ചെയ്യിപ്പിക്കും. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ തന്നെ അധികം വണ്ണം വെക്കാനായിട്ട് പാടില്ല. നിന്റെ ഫേസ് കണ്ടില്ലേ, എന്തൊരു അഗ്ലിയാണ്, എന്തോരം പിമ്പിൾസ് ആണ് നിന്റെ ഫേസിൽ. ഇങ്ങനെ പിമ്പിൾസ് ഉള്ള പെൺകുട്ടികളെ ആരും തന്നെ നോക്കില്ല. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുമെന്നും പറഞ്ഞ് അവളെ കൊണ്ട് നിർബന്ധിച്ച് 5-6 തവണയൊക്കെ ഫേസ് വാഷ് ചെയ്യിപ്പിക്കും. അതേപോലെ വെജിറ്റബിൾസ് ഒക്കെ മാത്രമേ ഇവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുള്ളൂ. 45 kgs ആണ് ഇവളുടെ ഐഡിയൽ വെയിറ്റ്. അത് എത്തുന്നത് വരെ വെജിറ്റബിൾസ് മാത്രം കഴിച്ച് അത് കൂടുതലായ വൊമിറ്റ് ചെയ്ത് പിന്നെ പഠിച്ച് പിന്നെ വെജിറ്റബിൾസ് കഴിച്ച് അങ്ങനെ അവളുടെ ഐഡിയൽ വെയിറ്റ് 45 kgയിലേക്ക് എത്തും. അപ്പോ അവളുടെ ഫേസിലും ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരും. പഴയ പോലെ അല്ലാണ്ട് പിമ്പിൾസ് ഒക്കെ മാറി ഇപ്പോഴുള്ള ഫേസ് കട്ടിലേക്ക് വരും. എന്നാലെങ്കിലും സമാധാനത്തിൽ ഉറങ്ങാനായിട്ട് അമ്മ സമ്മതിക്കില്ല. വല്ലപ്പോഴും സമാധാനത്തിൽ ഉറങ്ങുമ്പോ ഗ്രാൻഡ്മ വന്ന് അവൾക്ക് പുതപ്പൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ അപ്പൊ തന്നെ അമ്മ വന്ന് അത് എല്ലാം വലിച്ചു മാറ്റി, നീ ഇങ്ങനെ ഉറങ്ങി നിന്നിട്ട് കാര്യമില്ല, ഇപ്പൊ നിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഭംഗിയുള്ള പെൺകുട്ടികളെ മാത്രം ആരും ശ്രദ്ധിക്കില്ല, അതിന്റെ കൂടെ തന്നെ കഴിവും വേണം. നീ എപ്പോഴും ടോപ്പ് റേറ്റിംഗിൽ നിൽക്കണം, മര്യാദക്ക് ഇരുന്ന് പഠിക്കണം പറഞ്ഞ് രാത്രി പോലും ഉറങ്ങാൻ സമ്മതിക്കാണ്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ പഠിക്കാനായിട്ട് കുറെ ബുക്സ് ഒക്കെ കൊടുത്ത് അവളുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഗ്രാൻഡ്മ വന്ന് സ്റ്റോപ്പ് ചെയ്യും. നീ എന്തിനാണ് അവളെ ഇത്രക്ക് ടോർച്ചർ ചെയ്യുന്നത്? സമാധാനത്തില് അവളെ ഒന്ന് ഉറക്കുകയെങ്കിലും നിനക്ക് ചെയ്തൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. അമ്മക്ക് തന്നെ എന്റെ അവസ്ഥ നന്നായിട്ട് അറിയാലോ, എന്നെ കാണാനായിട്ട് ഭംഗിയുണ്ട്, കഴിവുമുണ്ട്, എന്നിട്ട് പോലും എന്നെ ഒരുത്തൻ വിട്ടിട്ട് പോയി. അതേപോലുള്ള അവസ്ഥ എന്റെ മകൾക്ക് വരാൻ പാടില്ല. അവള് കാണാനായിട്ട് നല്ല ഭംഗിയുമായിരിക്കണം, നല്ലൊരു പൊസിഷനിൽ നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഇനി എന്തായാലും അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പറഞ്ഞ് നേരെ ഫെയ്യുടെ അടുത്തേക്ക് ചെല്ലും. മോളെ, നീ നന്നായിട്ട് പഠിക്കണം, നല്ലൊരു ജോബിലേക്ക് എത്തണം. നിന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് നിന്നെ പോലെ അവർ ആയില്ലല്ലോ എന്നുള്ള സങ്കടം അവരുടെ ഉള്ളിലേക്ക് വരുത്തണം. എപ്പോഴും നീ അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം. ഇപ്പൊ ഒരാൾ നിന്റെ അടുത്ത് വന്ന് ബോഡി ഷേമിങ്ങിനെ പറ്റി ചോദിച്ചാ നീ എന്ത് പറയുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫെയ്യും ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഈ ലോകത്ത് നടക്കാൻ പാടില്ലാത്ത ഒന്നാണ്, അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോൾ ഫെയ്യുടെ അമ്മക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ തന്നെ മുഖത്തേക്ക് വലിച്ചടിക്കും. ഇങ്ങനെയല്ല നീ സംസാരിക്കേണ്ടത്, മറ്റുള്ളവര് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതേപോലെ നീ സംസാരിക്കണം. ഇനി പറ, നീ എന്താണ് അവർക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഈ ലോകത്തില്ല എന്ന് പറയൂന്ന് പറയും. ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം നീ സംസാരിക്കാനായിട്ട്, മറ്റുള്ളവര് കേൾക്കാനായിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നീ പറയാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ പോയാൽ നീ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു പറയും. അങ്ങനെ ഫെയ്യും അമ്മ പറയുന്നത് കേട്ട് അതേപോലെ ആക്ട് ചെയ്ത് ഒരുപാട് ഫ്രണ്ട്സിനെ ഒക്കെ ഏൺ ചെയ്യും. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയി ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് റാങ്ക് ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ എല്ലാവരുടെയും അറ്റൻഷൻ ഫെയ് നേടിയെടുക്കും. ആ ഒരു ടൈമിനാണ് സ്കൂളിൽ ഒരു മാർച്ച് നടക്കുന്നത്. അതിൽ ഫ്രണ്ടിൽ ഒരു പ്ലക്കാർഡും പിടിച്ച് പോവാനായിട്ടുള്ളൊരു അവസരം ഫെയ്ക്ക് കിട്ടും. ഫെയ്യാണെങ്കിലോ അതില് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാവരും ഇവളെ പുകഴ്ത്തി പറയുന്നതും എല്ലാവരും ഇവളുടെ പുറകെ നടക്കുന്നതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതേ ടൈമാണ് ഇവരുടെ ക്ലാസ്സിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നത്. ആ പെൺകുട്ടിനെ കാണുമ്പോൾ തന്നെ എല്ലാവരും, അയ്യോ നീ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ, നിന്റെ മൂക്ക് നീ സർജറി ചെയ്തു നീ ചോദിക്കും. ഞാൻ വേറൊന്നും ചെയ്തില്ല, എന്റെ ഡോക്ടർ മൂക്കിന്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ, ഇപ്പൊ ഞാൻ നല്ല ഭംഗിയായില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. നീ നല്ല സുന്ദരിയായിട്ടുണ്ട്, ഫെയിനേലും സുന്ദരി ഇപ്പോ നീയാണ്, ഇനി ആ പ്ലക്കാർഡും പിടിച്ച് നടക്കേണ്ടത് നീയാണ്, അവളേലും സുന്ദരി നീയല്ലേ, അപ്പൊ നീ തന്നെ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഫെയ്യുടെ അവസരം അങ്ങനെ എല്ലാ സ്റ്റുഡൻസും കൂടി ആ പെൺകുട്ടിക്ക് കൊടുക്കും. ഈ ഒരു പോയിന്റിലാണ് പുള്ളിക്കാരി ഭയങ്കര കണ്ണിങ് ആയിട്ട് മാറുന്നത്. കാരണം വേറൊന്നുമല്ല, സർജറി ഒക്കെ ചെയ്ത് ഈസി ആയിട്ടാണ് ആ പെൺകുട്ടി ഭംഗിയായത്. പക്ഷേ ഫെയ് അങ്ങനെയല്ലല്ലോ, ഒരുപാട് ടോർച്ചർ സഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് നാച്ചുറൽ ബ്യൂട്ടി ആയതാണ്. ഒട്ടും കഷ്ടപ്പെടാണ്ട് ഈസി ആയിട്ട് ഒരു സർജറിയിലൂടെ സുന്ദരിയാവുന്നതും കഷ്ടപ്പെട്ട് സുന്ദരിയാവുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോ പെട്ടെന്ന് തന്റെ അവസരം പോകുന്നതും സർജറി ചെയ്ത ഒരു പെൺകുട്ടി ഭംഗിയാണെന്ന് എല്ലാവരും പറയുന്നതും കേൾക്കുമ്പോ ഫെയ്ക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ വരും. അതിനുശേഷമാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന എല്ലാവരെയും ഫെയ് വെറുക്കാനായിട്ട് തുടങ്ങിയത് പോലും. അങ്ങനെ നേരെ പ്രസന്റിലേക്ക് വരുവാണ്. എന്തായാലും ലിയോനിട്ടും ബോയ്ക്കിട്ടും ഒരു പണി കൊടുക്കണം, എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴാണ് ഈവനിങ് നടക്കാൻ പോകുന്ന ഫംഗ്ഷന്റെ നോട്ടീസ് കാണുന്നത്. അങ്ങനെ തന്നെ ആ നോട്ടീസ് വായിച്ചു നോക്കി അത് വെച്ചൊരു സെൽഫിയും എടുത്ത് ഞാൻ ഇന്ന് ഈവനിങ് ഈ ഫംഗ്ഷന് പോകുമെന്നും പറഞ്ഞ് ഒരു പോസ്റ്റും കൂടി ഇടും. അതേ ടൈം കോളേജിൽ കാണിക്കാണ്. എല്ലാവരും കൂടി ഈവനിങ് നടക്കാൻ പോകുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് ഫെയ്യും ഒരു ബോക്സുമായിട്ട് നടന്നു വരുന്നത്. ഇത് കാണുമ്പോ തന്നെ മാർക്ക് ഓടിച്ചെല്ലും. ഫെയ്, നീ ഇത്രക്ക് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും പൊക്കണ്ട, അതിങ്ങോട്ട് താ, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അപ്പൊ തന്നെ ഫെയ് കൊടുക്കുന്ന പോലെ ആക്ട് ചെയ്ത് അത് അങ്ങനെ തന്നെ നിലത്തേക്ക് തള്ളിയിടും. അയ്യോ അത് നിലത്തേക്ക് പോയല്ലോ, നീ എന്തായാലും കുനിഞ്ഞെടുക്കണ്ട, ഞാനത് എടുത്ത് വെച്ചോളാന്നും പറഞ്ഞ് മാർക്ക് ആ റിങ് എല്ലാം കൂടി ആ ബോക്സിലേക്ക് എടുത്തിടും. ഇതാണ് ആ ലൈറ്റ് വെച്ച റിങ്.
അങ്ങനെ നൈറ്റ് ആ ഇവന്റും സ്റ്റാർട്ട് ആകും. മാർക്കും ഫ്രണ്ട്സ് ഒക്കെ കൂടി അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഈ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ആനാണെങ്കിലോ, അല്ലല്ലയോ നിന്റെ ബോയ് ഫ്രണ്ട് എവിടെ? നിന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് അവൻ എവിടെ പോയി? ഫസ്റ്റ് ഡേ തന്നെ നിന്നെ അവൻ പറ്റിച്ചോന്ന് ഇങ്ങനെ ചോദിക്കും. ആ ടൈമിന് ബോയും അങ്ങോട്ടേക്ക് എത്തും. ദേ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ അവളെ പറ്റിക്കാനൊന്നും നിന്നില്ല. ഞാൻ ദേ ഈ റിങ് വാങ്ങാനായിട്ട് പോയതാന്ന് പറയും. അയ്യോ ഒരു കാര്യം ഞാൻ മറന്നുപോയി, നിങ്ങളിപ്പോ ലവേഴ്സ് ആണല്ലോ. ഇപ്പൊ ലവേഴ്സിന്റെ ഇടയിൽ ഒരു പാറ്റ പോലെ ഞാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും പോയേക്കാന്ന് പറയും. ഇത് കേട്ട് ചിരിച്ചിട്ട് ബോയും ആ റിങ് എടുത്ത് ലിയുവിന്റെ കയ്യിലേക്ക് കൊടുക്കും. അല്ല ലിയു, ഒരു കാര്യം ചോദിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. നീ വേറെ ആരോടെങ്കിലും നമ്മൾ കമ്മിറ്റായ വിവരം പറഞ്ഞായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല, ഫെയ്ഡ് അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അതെന്താ നീ ചോദിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, എന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, അതുകൊണ്ടാണെന്ന് പറയും. ആ ടൈമിന് പെട്ടെന്ന് തന്നെ പാട്ട് പാടിക്കൊണ്ടിരുന്ന വെച്ചാൽ മാർക്കും ഫ്രണ്ട്സും കൂടി ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ സോങ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്, എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കും. റിങ് എല്ലാം ഇട്ട് നിങ്ങളുടെ ലവ് റിവീൽ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയായി നിൽക്കുമല്ലേ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ പബ്ലിക് ആവാൻ പോവാണെന്നും പറഞ്ഞിട്ട് ലൈറ്റ് അങ്ങോട്ട് ഓഫ് ആകും. ആ ടൈമിന് ബോയുടെ ഒഴിച്ച് വേറെ ആരുടെയും റിങ്ങും വർക്ക് ആവില്ല. ആരുടെ റിങ്ങിലും ലൈറ്റ് കത്തില്ല. ലിയൂനാണെങ്കിലും ഭയങ്കര ടെൻഷൻ ആകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്റെ റിങ്ങും വർക്ക് ആവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ടെൻഷനായിട്ട് നിൽക്കും. ആ ടൈമിനാണ് ബോയുടെ അതേ കളറിലെ റിങ്ങും ഇട്ട് ലിയു അങ്ങോട്ടേക്ക് നടന്നു വരും. ഇപ്പോ എല്ലാവരുടെയും മുമ്പില് ഫെയ്യും ബോയും ലവേഴ്സ് ആയിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഫെയ് നേരെ ബോയുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കും. എല്ലാവരെയും ഞാനൊന്ന് പ്രാങ്ക് ചെയ്തതാണ്, ഞാനും ബോയും ലവേഴ്സ് ആണ്, ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും റിങ് ഡാമേജ് ചെയ്തത് ഞാനാണ്, ഐ എം സോ സോറി എന്നും പറഞ്ഞ് ഒരു ആക്ടിങ് അങ്ങോട്ട് കൊടുക്കും. ആക്ച്വലി ഫെയ് നേരത്തെ തന്നെ പൗലയുടെ അടുത്ത് ചെന്ന് ഞാനും ബോയും ലവ് ചെയ്യുന്നുണ്ട്, അവൻ നിന്റെ അടുത്ത് റിങ് ചോദിച്ചാ ഈ റിങ് വേണം നീ അവന് കൊടുക്കാനായിട്ട്, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇന്ന് ഞങ്ങൾ പബ്ലിക് ആക്കാനായിട്ട് പോവാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. ആ ടൈമിലാണ് ബോയും പൗലയുടെ അടുത്തേക്ക് വരുന്നത്. പൗലയാണെങ്കിലോ ഇവള് കൊടുത്ത അതേ റിങ് എടുത്ത് കൊടുക്കും. നീ ഇന്ന് നിന്റെ റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കാനായിട്ട് പോവല്ലേ എന്നും പറഞ്ഞിട്ട് പൗല നമ്മുടെ ബോയിനെ കളിയാക്കും. ബോയ്ക്കാണെങ്കിലും ഒന്നും മനസ്സിലാവില്ല. ഈ കാര്യം ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള കൺഫ്യൂഷനിലിരിക്കും. എന്നാലും ഇതൊരു വലിയ കാര്യമായിട്ടൊന്നും എടുക്കില്ല. പക്ഷെ ഇപ്പോഴാണ് ഇതെല്ലാം ഫെയ്യുടെ ഒരു പ്ലാൻ ആണെന്ന് ബോയ്ക്ക് പോലും മനസ്സിലാവുന്നത്. അപ്പോ നീയാണോ ഈ റിങ്സ് എല്ലാം നശിപ്പിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫെയ്യും ഭയങ്കര ക്യൂട്ടായിട്ട് ചിരിച്ച് കുണുങ്ങി കുണുങ്ങി, നീയല്ലേ പറഞ്ഞത് നമ്മുടെ റിലേഷൻഷിപ്പ് ഇപ്പോ പബ്ലിക് ആക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള പരിപാടി ചെയ്തത്. ഇപ്പോ എല്ലാവരുടെയും മുമ്പില് നമ്മൾ മാത്രമേ കപ്പിൾസ് ഉള്ളൂ, എന്തെങ്കിലും റൊമാൻറ്റിക് ആയിട്ട് ചെയ്യണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് ബോയിന ഹഗ് ചെയ്യുന്ന പോലെ വന്നിട്ട് ചെവിട്ടിലാണെങ്കിലോ, ഞാൻ പറയുന്നതിന്റെ കൂടെ നീ നിന്നില്ലെങ്കിൽ, നീ എങ്ങാനും ഞാൻ പറയുന്ന കാര്യം റിജക്ട് ചെയ്താല് ലിയുനെ ഞാൻ നശിപ്പിക്കും, അവളുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അതെല്ലാം ഞാൻ പബ്ലിക് ആക്കുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ബോയും ഒന്ന് ഷോക്കായിട്ട് നിൽക്കും. അങ്ങനെ തന്നെ ഫെയ്യും ചിരിച്ച് എല്ലാവരെയും നോക്കി ഞാനും ബോയും ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെന്ന് ഇങ്ങനെ പറയും. അപ്പൊ തന്നെ മാർക്കിന്റെ ഫ്രണ്ടും നിങ്ങൾ എപ്പോ മുതലാണ് ഡേറ്റിംഗ് ആരംഭിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫെയ് ഓടിച്ചെന്ന് ഹീറോന്റെ കയ്യിലേക്ക് കയറി പിടിക്കും. ആദ്യമായിട്ട് കണ്ട നാൾ മുതൽ തന്നെ ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് പുറത്തു പോയി, ഒരുമിച്ച് ഡേറ്റിങ്ങിന് പോയി, ഒരുമിച്ച് ഞങ്ങള് പാർക്കിൽ പോയി, ഒരുമിച്ച് മൂവി കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ബോയും ലിയും കൂടി ഒരുമിച്ച് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അതിന്റെ എല്ലാ കാര്യവും ഇവള് ചെയ്ത പോലെ എടുത്തങ്ങോട്ട് പറയും. അതുമല്ലാണ്ട് ഞങ്ങൾ പാർക്കിൽ പോയപ്പോ ദേ ഒരു ഡക്കിന്റെ കീ ചെയിൻ പോലും ബോയ് എനിക്കായിട്ട് വിൻ ചെയ്ത് തന്നു എന്നും പറഞ്ഞ് ലിയുവിന് ഒരു കീ ചെയിൻ കൊടുത്തിട്ടുണ്ടാവില്ലേ, അതെടുത്ത് ഇങ്ങനെ കാണിക്കും. ഇത് കാണുമ്പോ തന്നെ ലിയോ ഒന്ന് ബാഗിലേക്ക് നോക്കും. അപ്പോഴാണ് ലിയുവിന് ഓർമ്മ വരുന്നത്, പുള്ളിക്കാരി ആ റെസ്റ്റോറന്റിൽ ആ ഒരു കീ ചെയിൻ അഴിച്ചു വെച്ച് പോയിട്ടില്ലേ, അതിപ്പോ ലിയുവിന് ഓർമ്മ വരും. ഇവള് വെച്ചിട്ട് പോകുമ്പോ ആ ടൈമിന് ഫെയ് അങ്ങോട്ടേക്ക് വന്ന് അതെടുത്ത് വെക്കും. അതാണിപ്പോ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലും. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ലവ് ചെയ്യുന്നുണ്ട്, പരസ്പരം മനസ്സിലാക്കിയാണ് ഞങ്ങൾ ലവ് ചെയ്യുന്നത്, ഞങ്ങൾ പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, അത്രത്തോളം ഞങ്ങൾ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഫെയ് പെട്ടെന്ന് തന്നെ ബോയുടെ കവിളത്തൊരു കിസ് കൊടുക്കും. ഇത് കാണുമ്പോ മാർക്കിന് വല്ലാണ്ടാകും, ആകെ തകർന്നൊരവസ്ഥയിലേക്ക് എത്തും. ബോയ്ക്കും എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. അതേപോലെ തന്നെ ലിയും ഒന്ന് ഷോക്കായിട്ട് നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഫെയ് റെസ്റ്റ് റൂമിലേക്ക് വന്ന് നിന്ന് ചുണ്ടൊക്കെ തേച്ചടച്ച് കഴുകിക്കൊണ്ടിരിക്കും. ആ ടൈമിന് ലിയു ഫെയ്യുടെ അടുത്തേക്ക് ചെല്ലും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് എന്നോടും ബോയുടെ അടുത്തും ദേഷ്യമുണ്ടെന്ന്, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്കറിയാമോ ലിയോ, എനിക്ക് അവന്റെ അടുത്ത് ഒരു ഫീലിങ്സും ഇല്ല, ലവും ഇല്ല വെറുപ്പും ഇല്ല. അവനെ കിസ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയാണ് വന്നേന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ലിയുന് ഷോക്കാകും. അപ്പോ നിനക്ക് ആദ്യം മുതലേ തന്നെ ബോയിന ഇഷ്ടമല്ലായിരുന്നോ, അങ്ങനെയാണോ നീ പറഞ്ഞു വരുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ ലിയു, ഇത്രയൊക്കെ നടന്നിട്ട് പോലും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? നിന്റെ തലയിൽ ആൾ താമസമൊന്നുമില്ലേ? എനിക്ക് അവന്റെ മേത്ത് ഒരു തരി ഫീലിങ്സ് പോലും ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ലിയു ഒന്ന് ഷോക്കാകും. അപ്പോ നീ എന്തിനാണ് എന്റെ അടുത്ത് വന്ന് അവനെ ലവ് ചെയ്യുന്നു എന്ന് പറഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ ലിയു ഇത് ഇപ്പോഴും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? എനിക്കുണ്ടല്ലോ നിന്നെ
കാണുന്നത് പോലും ഇഷ്ടമില്ല. അത്ര കറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമ്മിലാണ് മത്സരം നടക്കുന്നത് പോലും. നിന്നെ അവനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയോന് ഭയങ്കര സങ്കടം വരും. ഫെയ്, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നമ്മൾ ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. എനിക്ക് എന്ത് ആപത്ത് വന്നാലും എന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് നിൽക്കുന്നത് നീയല്ലേ? അതൊക്കെ നീ മറന്നു പോയോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ ലിയോ, നിനക്ക് ബുദ്ധിയില്ലേ? നമ്മൾ എങ്ങനെ ഫ്രണ്ട്സ് ആകും? നീ സർജറി ചെയ്ത് ഭംഗിയായവള്, ഞാനുണ്ടല്ലോ നാച്ചുറൽ ബ്യൂട്ടിയാണ്. അപ്പൊ നിനക്ക് എന്റെ ഭാഗത്തേക്ക് വരാൻ പോലും അർഹതയില്ല. നീ ശരിക്കും എന്താ വിചാരിച്ചിരിക്കുന്നത്? അന്ന് നിന്റെ അടുത്ത് ആ കോമ്പറ്റീഷന് പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞത് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടല്ല, ഞാൻ അതിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും എന്നെ പെർഫെക്റ്റ് ആയിട്ട് കാണണം. ഇങ്ങനെ നിന്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്താല് എല്ലാവർക്കും എന്നോട് പ്രത്യേക ഒരു സ്നേഹമൊക്കെ വരും. നിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച്. അതുമല്ലാണ്ട് നിന്റെ അഗ്ലി ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ, അതെ ഫസ്റ്റ് എന്റെ കയ്യിലാ കിട്ടിയത്. ആ ഫോട്ടോസ് എല്ലാം എങ്ങനെ പബ്ലിക് ആക്കുമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് മാർക്ക് എന്റെ വലയിൽ വീണത് പോലും. അങ്ങനെ അവനോട് സംസാരിച്ച് അവനെ എന്റെ വലയിലാക്കി അവനെ കൊണ്ട് പബ്ലിക് ആക്കിയത്. അങ്ങനെ ആ അഗ്ലി ഫോട്ടോസ് ഒക്കെ പബ്ലിക് ആയപ്പോ നിനക്ക് ഒരുപാട് സങ്കടമൊക്കെ വന്ന്. നിന്റെ സങ്കടം കണ്ട് ഞാൻ എന്തോരം ഹാപ്പി ആയിന്ന് എനിക്ക് നിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് പറ്റില്ല. അത്രയ്ക്കും ഞാൻ ഹാപ്പി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ കാണുന്നത് പോലും അറപ്പാണെന്ന് പറയും. ഹീറോയിന് വീണ്ടും സങ്കടം വന്ന്, അപ്പൊ നമ്മള് ഫ്രണ്ട്സ് ഒന്നും അല്ലേന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് ഫ്രണ്ട്സ് ആവാനോ? ശരിക്കും പറഞ്ഞാൽ നീ എന്റെ കൂടെ ഏണി വെച്ചാ പോലും എത്തില്ല. ഞാനേ നാച്ചുറൽ ബ്യൂട്ടിയാണ്. നിന്റെ കയ്യിലൊക്കെ ക്യാഷ് ഉണ്ടെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നീയൊക്കെ സുന്ദരിയായി വരും. ഞാനേ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് ഇരിക്കുന്നത്. നിന്റെയൊക്കെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. ആ ക്യാഷ് വെച്ച് എന്ത് വേണേലും ചെയ്യാം. അങ്ങനെയല്ലേ നീയൊക്കെ ബ്യൂട്ടി ആയിട്ട് വന്ന് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നിന്നെ ഞാനൊരു ഫ്രണ്ട് ആയിട്ട് പോലും കണ്ടിട്ടില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയോ സങ്കടപ്പെട്ട്, ഫെയ് അങ്ങനെയൊന്നും പറയല്ലേ, ഫെയ് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്റെ കയ്യിലൊക്കെ ക്യാഷ് ഉള്ളത് കൊണ്ട് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് എല്ലാവരുടെയും അറ്റൻഷൻ അങ്ങോട്ട് നേടിയെടുക്കും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പെട്ട് വേണം ആ അറ്റൻഷൻ നേടാനായിട്ട്. നീയൊക്കെ ഈസി ആയിട്ട് നേടും, ഞങ്ങളൊക്കെ കഷ്ടപ്പെടണോ? അങ്ങനെയാണോ നീ പറഞ്ഞു വരുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ലിയോ ആണെങ്കിലും അങ്ങനെയല്ലോ ഫെയ്, നീ എന്നെ മനസ്സിലാക്കാന്ന് പറയും. എന്താ മനസ്സിലാക്കാനായിട്ടുള്ളത്? അല്ല നീ തന്നെ പറ, നീ എന്തിനാ പ്ലാസ്റ്റിക് സർജറി ചെയ്തത്? എന്താ കാര്യം? അതെനിക്കിപ്പോ അറിയണോന്ന് പറയും. ലിയോനാണെങ്കിലും ഒന്നും പറയാനായിട്ട് പറ്റില്ല. എന്നാലും സങ്കടം വന്ന് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച്, എനിക്ക് നിന്റെ ഫ്രണ്ട് ആയിട്ടിരിക്കണം, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തത് പോലും. പണ്ട് ഞാൻ അഗ്ലി ആയിട്ടിരിക്കുമ്പോ ഒരാൾ പോലും എന്റെ അടുത്ത് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. പ്ലാസ്റ്റിക് സർജറി ചെയ്തതിന് ശേഷമാണ് നിന്നെ എനിക്ക് ഫ്രണ്ട് ആയിട്ട് കിട്ടിയത്. എന്റെ ഫസ്റ്റ് ഫ്രണ്ടും നീയാണ്, അവസാനത്തെ ഫ്രണ്ടും നീയാണ്. നീ എന്റെ കൂടെ നല്ലൊരു ഫ്രണ്ട് ആയിട്ടിരിക്കണം, ലൈഫ് ലോങ് എന്റെ ഫ്രണ്ട് ആയിട്ട് തന്നെ ഇരിക്കണം ഫെയ് എന്നും പറഞ്ഞ് ഫെയ്യുടെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് കെഞ്ചും. ഇല്ലല്ലോ, നമ്മൾ ഒരിക്കലും ഫ്രണ്ട് ആയിട്ടിരിക്കില്ല. അത് ഈ ജന്മത്തിൽ നടക്കില്ല. എനിക്ക് നിന്നെ കാണുമ്പോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ ഒരു ലെവൽ എത്തിയതെന്നുള്ള ഓർമ്മ വരും. നിന്റെയൊക്കെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് ക്യാഷ് കൊടുത്ത് എവിടെ വേണേലും എത്താം. എന്റെ ആ അറ്റൻഷൻ നീ തട്ടിപ്പറിക്കാനായിട്ട് നോക്കുവാണ്. എനിക്ക് നിന്റെ കൂടെ ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നിന്നെ പോലുള്ള ആളുകളെയൊക്കെ കണ്ടാൽ തന്നെ എനിക്ക് അറപ്പാണെന്നും പറഞ്ഞിട്ട് വീണ്ടും ഫെയ് അവിടെ നിന്ന് ഒച്ചയെടുക്കാനായിട്ട് തുടങ്ങും. ലിയോന് ഭയങ്കര സങ്കടം വന്ന്, ശരി ഓക്കെ, നിനക്ക് എന്നോടല്ലേ ശത്രുതയുള്ളത്, ഇനി എന്തായാലും ബോയ്ന ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്ന് പറയും. വലിച്ചിഴക്കും, എന്തായാലും ഞാൻ അവനെ ഇതിലേക്ക് വലിച്ചിഴക്കും. ആദ്യമൊക്കെ നമ്മൾ തമ്മിലായിരുന്നു മത്സരം, പക്ഷെ അതിനിടയിൽ ബോയ് നിന്നെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. അപ്പൊ ഓട്ടോമാറ്റിക് തന്നെ അവൻ ഇതിലേക്ക് വന്നു. ഇനി എന്തായാലും ഞാൻ അവനെ വിടാൻ പോകുന്നില്ല, അവനെ ഞാൻ ടോർച്ചർ ചെയ്യും. ആക്ച്വലി ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ നടക്കുന്നതെന്ന് നിനക്ക് അറിയാമോ? ഞാൻ തന്നെ നിനക്ക് വായിച്ചു കേൾപ്പിച്ചു തരാന്നും പറഞ്ഞ് ഫോൺ എടുത്ത് ഓരോ കമന്റ്സ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കും. ഫെയ് നല്ലൊരു പെൺകുട്ടിയാണ്. ഹോട്ട് ഗേൾ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് അവൾക്ക് അർഹതയുണ്ടെങ്കിൽ പോലും അവള് ലിയോന് വേണ്ടിയിട്ട് അത് വിട്ടുകൊടുത്തു. അവൾ അത്രയ്ക്കും സുന്ദരിയാണ്. ലിയോ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തൊരു പെൺകുട്ടിയായിട്ട് പോലും ലിയോന്റെ കൂടെ ഫെയ് ഫ്രണ്ട് ആയിട്ടിരുന്നു. നല്ലൊരു മനസ്സിന് ഉടമയായത് കൊണ്ടല്ലേ ഫെയ് അങ്ങനെ ലിയോന്റെ ഫ്രണ്ട് ആയിട്ടിരുന്നത്. അവളുടെ നല്ല മനസ്സുകൊണ്ട് തന്നെ അവൾക്ക് ബോയിനെ കിട്ടി. അവര് രണ്ടുപേരും പെർഫെക്റ്റ് കപ്പിളാണ്. നിങ്ങളുടെ കൂടെ എന്നും ഞങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഉണ്ടാകും. ആരെങ്കിലും നിങ്ങളെ പിടിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാല് അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. ഫെയ് അങ്ങനെയാണ്, ഫെയ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഫെയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടാനായിട്ട് തുടങ്ങും. നീ കമന്റ്സ് ഒക്കെ കണ്ടില്ലേ? ഇതായിരുന്നു എനിക്കും വേണ്ടിയിരുന്നത്. ഇനി എനിക്ക് നിങ്ങളെ ഒഴിവാക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇനിയാണ് എന്റെ കളി തുടങ്ങാനായിട്ട് പോകുന്നത്. രണ്ടുപേരെയും ഞാൻ നന്നായിട്ട് ടോർച്ചർ ചെയ്യും, നോക്കിയിരുന്നോന്നറിയും. ഇത് കേൾക്കുമ്പോ ലിയോനാണെങ്കിലോ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കര സങ്കടത്തില് ഫെയിനെ നോക്കിക്കൊണ്ട് നിൽക്കും. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇനി രണ്ടേ
എപ്പിസോഡ് മാത്രമേ ഈ ഡ്രാമയ്ക്ക് ബാക്കിയുള്ളൂ. എന്തായാലും നെക്സ്റ്റ് മൺഡേയും ട്യൂസ്ഡേയുമാണ് റിലീസ് ആവുന്നത്. എന്തായാലും വെനസ്ഡേ തന്നെ ഞാൻ ഈ ഡ്രാമ എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.